ഡിയർ ഫ്രണ്ട്സ്, അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകം വായിക്കുന്നു ഈ ചാനലിൽ. ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ വായിക്കുന്നത് 19ാമത്തെ അധ്യായമാണ്. ചെറിയ മാറ്റങ്ങൾ, ശ്രദ്ധേയമായ ഫലങ്ങൾ. നല്ല ശീലങ്ങൾ വളർത്താനും മോശം ശീലങ്ങൾ തകർക്കാനും എളുപ്പവും തെളിയിക്കപ്പെട്ടതുമായ ഒരു മാർഗം. ജെയിംസ് ക്ലിയർ എഴുതിയ പുസ്തകമാണിത്. ധാരാളം കോപ്പികൾ വിറ്റഴിച്ച വളരെ പ്രശസ്തമായൊരു ബുക്കാണിത്. നിങ്ങൾ കേട്ടിരിക്കും ഈ പുസ്തകത്തെക്കുറിച്ച്. നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ വലുതായി ചിന്തിക്കണം എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. ലോകപ്രശസ്ത ശീലവിദഗ്ധനായ ജെയിംസ് ക്ലിയർ നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ലളിതമായ ഒരു സംവിധാനം കണ്ടെത്തി. നൂറുകണക്കിന് ചെറിയ തീരുമാനങ്ങളുടെ സംയുക്ത പ്രഭാവത്തിൽ നിന്നാണ് നിലനിൽക്കുന്ന മാറ്റം വരുന്നതെന്ന് അദ്ദേഹത്തിനറിയാം. ഒരു ദിവസം 2 പുഷപ്പുകൾ ചെയ്യുക, 5 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ഒരു ഹ്രസ്വ ഫോൺ കോൾ ചെയ്യുക. അദ്ദേഹം അവയെ അറ്റോമിക് ശീലങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ഒരു ചുരുക്കമാണ് ഞാനിവിടെ വായിച്ചത്. ഇതിൻ്റെ 19ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. പങ്കെടുത്തത് 45,000 ടിക്കറ്റുകളാണ് അയാളുടെ ന്യൂയോർക്കിലെ 3 ദിവസം നീണ്ട പ്രോഗ്രാമിന് വിറ്റഴിഞ്ഞത്. തൻ്റെ കഴിവുകൾ വികസിപ്പിച്ച് അദ്ദേഹം തൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഹാസ്യ നടനായി മാറി. അദ്ദേഹത്തിൻ്റെ പേരാണ് സ്റ്റീവ് മാർട്ടിൻ. ദീർഘകാലം ഒരു ശീലം തുടർന്നാൽ എന്ത് എന്നതിന് ഏറ്റവും മനോജ്ഞമായ ഒരു ഉദാഹരണമാണ് മാർട്ടിൻ്റെ കഥ. കോമഡി നാണം കുടുങ്ങികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ഒരു ചിരി പോലും ലഭിക്കാതെ ഇരിക്കലാണ് പലർക്കും ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം. എങ്കിലും 18 വർഷമാണ് സ്റ്റീവ് മാർട്ടിൻ അയാളുടെ ഈ പേടിയെ അഭിമുഖീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ 10 വർഷം പഠനം, 4 വർഷം തേച്ചുമിനുക്കൽ, 4 വർഷം മനോഹരമായ വിജയം. മാർട്ടിനെ പോലെയുള്ള ആളുകൾക്ക് വർഷങ്ങളോളം തങ്ങളുടെ പരിശ്രമം തുടരാൻ കഴിയുമെങ്കിലും
മറ്റു പലർക്കും ആ പ്രചോദനം നിലനിർത്താൻ ഏറെ ബുദ്ധിമുട്ടാകുന്നത് എന്താണ്? മാഞ്ഞു പോകുന്ന ശീലങ്ങളെക്കാൾ എന്തുകൊണ്ടാണ് കൂടെ നിൽക്കുന്ന ശീലങ്ങൾക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്? വർഷങ്ങളായി ശാസ്ത്രജ്ഞർ പഠിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ചോദ്യം. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെങ്കിലും തുടർച്ചയായി ഉയർന്നു വരുന്ന ഒരു ഉത്തരം, ഒരു ജോലി പറ്റാവുന്നത്ര ബുദ്ധിമുട്ടാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അതിൽ പ്രവർത്തിക്കാൻ ആളുകൾക്ക് പ്രചോദനമുണ്ടാകും എന്നാണ്. നമ്മുടെ തലച്ചോറിന് ഒരു വെല്ലുവിളി ഇഷ്ടമാണ്, എന്നാൽ അത് ഏറെ ബുദ്ധിമുട്ടുള്ളതാകാൻ പാടില്ല. നിങ്ങൾ ടെന്നീസ് കളിക്കുന്നത് ഒരു 4 വയസ്സുകാരൻ്റെ ഒപ്പമാണെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ മുഷിപ്പുണ്ടാകും. അത് എളുപ്പമുള്ള ജോലിയാണ്. നിങ്ങൾ എല്ലാ ഘട്ടത്തിലും ജയിക്കും. എന്നാൽ നിങ്ങൾ എതിരിടുന്നത് റോജർ ഫെഡററെയോ സെറീന വില്യംസിനെയോ ആണെങ്കിൽ നിങ്ങൾക്ക് കളി തുടങ്ങും മുമ്പേ തന്നെ പ്രതീക്ഷ നഷ്ടപ്പെടും. ഇനി നിങ്ങൾക്ക് തുല്യനായ ഒരാളുടെ കൂടെ കളിക്കുന്നത് സങ്കല്പിക്കുക. കളി പുരോഗമിക്കും തോറും നിങ്ങൾ ചിലത് ജയിക്കും, ചിലതിൽ തോൽക്കും. നിങ്ങൾക്ക് ജയിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്, എന്നാൽ നിങ്ങൾ അതിനായി നന്നായി പരിശ്രമിക്കണം. നിങ്ങളുടെ ശ്രദ്ധ ഏറുന്നു. ശ്രദ്ധ തെറ്റാതെ നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള ജോലിയിൽ സ്വയം അർപ്പിക്കുന്നു. ഇത് ആളുകൾക്ക് താങ്ങാവുന്ന ബുദ്ധിമുട്ടിന് നല്ല ഒരു ഉദാഹരണമാണ്. ഗോൾഡിലോക്സ് നിയമത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഇത്. ഗോൾഡിലോക്സ് നിയമപ്രകാരം മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം ഉണ്ടാകുന്നത് അവരുടെ കഴിവിനെ ഇത്തരത്തിൽ പരീക്ഷിക്കുന്ന ഒരു ജോലി ലഭിക്കുമ്പോഴാണ്. ആ ജോലി അതികഠിനവും അതിലളിതവും ആകാൻ പാടില്ല. നിങ്ങൾ ഒരു പുതിയ ശീലം തുടങ്ങുമ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും ശീലം തുടരാൻ പാകത്തിന് ആ ശീലത്തെ എളുപ്പമാക്കി വെക്കണം. സ്വഭാവ പരിണാമത്തിൻ്റെ 3-ാം നിയമത്തിൽ നാം ഇത് ചർച്ച ചെയ്തതാണ്. ഒരു ശീലം ആരംഭിച്ചാൽ വളരെ ചെറിയ അളവിലാണെങ്കിലും ശീലം തുടരുക പ്രധാനമാണ്. ഈ ചെറിയ മാറ്റങ്ങളും വെല്ലുവിളികളും നിങ്ങളെ ജോലിയിൽ നിലനിർത്തും. നിങ്ങൾ ഈ ഗോൾഡിലോക്സ് ഘട്ടമായാൽ നിങ്ങൾക്ക് ഒരു ഒഴുക്കിൽ എത്താൻ കഴിയും. ഒഴുകുന്ന അവസ്ഥയിൽ നിങ്ങളൊരു ജോലിയിൽ സൂക്ഷ്മതയോടെ ശ്രദ്ധ മാറാതെ പ്രവർത്തിക്കുന്നുണ്ടാകും. ഈ അവസ്ഥയെ പഠിക്കാൻ ശാസ്ത്രജ്ഞർ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇപ്പോഴുള്ള കഴിവിലും 4% കൂടുതൽ പരിശ്രമം വേണ്ട ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ഒഴുകുന്ന അവസ്ഥയിൽ എത്താൻ കഴിയുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ ഇത്തരം അളവുകൾ എളുപ്പമല്ലെങ്കിലും ഈ നിയമം മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ കഴിവിൽ ഒതുങ്ങുന്ന ഒരു ജോലി ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ പ്രചോദനം നിലനിർത്താൻ പ്രധാനമാണ്. പുരോഗമനത്തിന് വളരെ സൂക്ഷ്മമായ ഒരു തുലനം ആവശ്യമാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി പരിശ്രമം വേണ്ടിവരുന്ന രീതിയിലുള്ള വെല്ലുവിളികൾ ശീലത്തിൽ ചേർക്കുന്നത് ഇത്തരത്തിൽ പ്രധാനമാണ്. ശീലങ്ങൾ പുതുക്കിക്കൊണ്ടിരുന്നാലാണ് അവ ആകർഷകവും സംതൃപ്തിജനകവുമായി മാറുന്നത്. വ്യത്യസ്തതയില്ലെങ്കിൽ നമുക്ക് വേഗം ബോറടിക്കും. സ്വയം മെച്ചപ്പെടുത്തുന്നതിലെ ഏറ്റവും വലിയ വില്ലൻ ഒരുപക്ഷേ മുഷിപ്പാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മുഷിപ്പ് വന്നാൽ എങ്ങനെ ഏകാഗ്രത നിലനിർത്താം? എൻ്റെ ബേസ്ബോൾ കരിയർ അവസാനിച്ച ശേഷം ഞാനൊരു പുതിയ സ്പോർട്ട് അന്വേഷിക്കുകയായിരുന്നു. ഞാനൊരു ഭാരോദ്വഹന ക്ലബ്ബിൽ ചേർന്നു. ഒരിക്കൽ അവിടെ ഒരു പ്രമുഖനായ പരിശീലകൻ സന്ദർശനത്തിനെത്തി. അയാളുടെ കരിയറിൽ ചില ഒളിമ്പ്യന്മാർ അടക്കം ആയിരക്കണക്കിന് അത്ലറ്റുകളുടെ കൂടെ പരിശീലനം ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തി. സ്വയം മികച്ചതാകുന്നതിനെ പറ്റി സംസാരിച്ചു. മികച്ച അത്ലറ്റുകളും മറ്റുള്ളവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഞാൻ ചോദിച്ചു. സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് വിജയിച്ച ആളുകൾ ചെയ്യുന്നത്? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. ജെനറ്റിക്സ്, ഭാഗ്യം, കഴിവ്. എന്നാൽ എൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. ചിലപ്പോൾ പരിശീലനത്തിൻ്റെ മടുപ്പ് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതും പ്രധാനമാണ്. ഒരേ ഭാരം തന്നെ എന്നും ഉയർത്തി പരിശീലനം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും. ഈ ഉത്തരം എന്നെ അത്ഭുതപ്പെടുത്തി. ജീവിതത്തോടുള്ള ആത്മാർത്ഥതയുടെ മറ്റൊരു വശമാണത്. ആളുകൾ പൊതുവെ തങ്ങളുടെ ലക്ഷ്യം നേടാനായി ആവേശത്തോടെ പണിയെടുക്കുന്നതിനെ പറ്റി പറയും. കച്ചവടമോ കലയോ സ്പോർട്സോ ആയാലും ആളുകൾ പറയും ഇതെല്ലാം നിങ്ങളുടെ അത്യുത്സാഹത്തെ ആശ്രയിച്ചിരിക്കും. എന്നാൽ നമ്മുടെ ഏകാഗ്രത വേഗം തന്നെ നഷ്ടപ്പെടുമ്പോൾ നാം കരുതും വിജയിക്കുള്ള അടങ്ങാത്ത അത്യുത്സാഹം നമുക്കില്ലെന്ന്. എന്നാൽ ഈ പരിശീലകൻ പറഞ്ഞത് പ്രകാരം വിജയികൾക്കും നമുക്കുള്ളതും പോലെ പ്രചോദനമില്ലാത്ത അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിനെ മറികടന്നും മടുപ്പ് മാറ്റിവെച്ചും അവർ പരിശീലനം ചെയ്യാനുള്ള വഴി കണ്ടെത്തുന്നു എന്നതാണ് വ്യത്യാസം. ഒരു കാര്യത്തിൽ
മികവ് തെളിയിക്കണമെങ്കിൽ പരിശീലനം വേണം. കൂടുതൽ പരിശീലിക്കും തോറും നിങ്ങളുടെ ജോലി മടുപ്പുളവാക്കുന്നതായി മാറിക്കൊണ്ടിരിക്കും. ആദ്യത്തെ ലക്ഷ്യങ്ങൾ ഒക്കെ നേടി എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ താല്പര്യം മങ്ങിത്തുടങ്ങും. ചിലപ്പോഴൊക്കെ ഇത് വളരെ വേഗമാകും സംഭവിക്കുക. കുറച്ചു ദിവസം അടുപ്പിച്ച് ജിമ്മിൽ പോവുകയോ അടുപ്പിച്ച് ബ്ലോഗ് പോസ്റ്റ് എഴുതുകയോ ഒക്കെ ചെയ്താൽ ഒരു ദിവസം ശീലം പാലിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. കാര്യങ്ങൾ നന്നായാണല്ലോ പോകുന്നത്. ഒരു ദിവസം അവധി എടുത്തതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക പോലുമില്ല. കാരണം നിങ്ങൾ വളരെ നന്നായാണ് പുരോഗമിക്കുന്നത്. വിജയത്തിൻ്റെ ഏറ്റവും വലിയ മാർഗം മാത്രം പരിശീലിച്ചാൽ മികച്ച ഫലം നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏത് ശീലം തുടങ്ങിയാലും അത് നിർത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ദിവസങ്ങൾ ഉറപ്പായും ഉണ്ടാകും. ജിമ്മിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത വ്യായാമങ്ങൾ ഉണ്ടാകും. സംരംഭത്തിൽ ഒന്നും വേണ്ടെന്ന് തോന്നുന്ന ദിവസങ്ങളുണ്ടാകും. എഴുതുകയേ വയ്യെന്ന് തോന്നുന്ന ദിവസങ്ങളുണ്ടാകും. എന്നാൽ പരിശീലനം മടുപ്പിക്കുന്നതും വേദന നിറഞ്ഞതും ഒക്കെയാകുമ്പോഴും അത് തുടരുന്നതാണ് ഒരു പ്രൊഫഷണലും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. പ്രൊഫഷണലുകൾ അവരുടെ ചിട്ട തുടരും, അല്ലാത്തവരുടെ ജീവിതം ഇടയിൽ കയറും. പ്രൊഫഷണലുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അറിയാം. അല്ലാത്തവർ ജീവിതത്തിൻ്റെ തിരക്കുകളിൽപ്പെട്ട് ഗതി മാറും. ഒരു ശീലം നിങ്ങൾക്ക് പ്രധാനമാണെങ്കിൽ നിങ്ങൾ എങ്ങനെയും അതിനായി സമയം കണ്ടെത്തും. മൂഡ് ശരിയല്ലെങ്കിലും പ്രൊഫഷണലുകൾക്ക് ജോലി ചെയ്യാൻ കഴിയും. അവർ അത് ആസ്വദിക്കണമെന്നില്ല, എങ്കിലും അവർ അത് ചെയ്യും. എനിക്ക് ചെയ്യേണ്ട എന്ന് തോന്നുന്ന ചില വ്യായാമങ്ങൾ ഉണ്ടെങ്കിലും വർക്കൗട്ട് ചെയ്തതിൽ ഞാൻ ഖേദിക്കാറില്ല. എഴുതേണ്ട എന്ന് തോന്നിയ പല ലേഖനങ്ങളും ഉണ്ടെങ്കിലും
പ്രസിദ്ധീകരിച്ചതിൽ എനിക്ക് ഖേദമില്ല. വിശ്രമിക്കണം എന്ന് തോന്നിയ ചില ദിവസങ്ങളും ഉണ്ടെങ്കിലും എനിക്ക് പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യുന്നതിൽ എനിക്ക് ഖേദമില്ല. മികച്ചതാകുന്നതിനുള്ള ഒരേയൊരു വഴി ഒരേ കാര്യങ്ങൾ ആവർത്തിച്ച് പരിശീലിക്കുന്നതാണ്. നിങ്ങൾ മടുപ്പുമായി പ്രേമത്തിലാകേണ്ടിയിരിക്കുന്നു. അധ്യായ സംഗ്രഹം. ഗോൾഡി ലോക്സ് നിയമപ്രകാരം മനുഷ്യർക്ക് ജോലി ചെയ്യാനുള്ള പ്രചോദനമുണ്ടാകുന്നത് ആ ജോലി അവരുടെ കഴിവിൻ്റെ പരിമിതിയോട് അടുത്ത് നിൽക്കുമ്പോഴാണ്. വിജയത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു പരാജയമല്ല, മടുപ്പാണ്. ശീലങ്ങൾ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ അവ രസകരവും സംതൃപ്തി തരുന്നതുമാകാതെ പോകുന്നു. നമുക്ക് മടുപ്പുണ്ടാകുന്നു. പ്രചോദനമുള്ളപ്പോൾ ആർക്കും ജോലി ചെയ്യാം. എന്നാൽ ജോലി അത്ര ആവേശകരമല്ലാത്തപ്പോൾ അത് ചെയ്യാൻ കഴിയുന്നതാണ് എല്ലാ മാറ്റങ്ങളും വരുത്തുക. പ്രൊഫഷണലുകൾ അവരുടെ ഷെഡ്യൂൾ പാലിക്കും, അല്ലാത്തവരുടെ ജീവിതം ഇടയിൽ കയറും. താങ്ക് യു.